നമ്മൾ മലയാളികൾക്ക് അധികം മാർക്കും അറിയാത്തൊരു ഹിഡൻ പ്ലേസാണിത്. ഇത് പക്ഷേ തമിഴന്മാർക്കും കന്നഡിയന്മാർക്കും അതുപോലെ തന്നെ ഫോറിനേഴ്സിനുമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നൊരു സ്പോട്ടുമാണ്. ശരിക്കും എന്നെ അതിശയപ്പെടുത്തി കളഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ മലയാളികൾ വളരെ കുറവാണ് ഈ ഒരു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂന്നാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള മൂന്നാർ. ഇവിടെ നമ്മുടെ മാങ്കുളത്തിനോടടുത്ത് ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി ഒരു ടൈഗർ കേവ്സ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണിത്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫോറസ്റ്റുകാരുടെ കീഴിലാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. ഏകദേശം 100 റുപ്പീസാണ് ഫോറിനേഴ്സിന് വരുന്നത്. നമ്മൾ ഇന്ത്യൻസിനാണെങ്കിൽ 50 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഒരു 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാലും ഒരു നഷ്ടമില്ല. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഒരു 2 വർഷം മുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അന്ന് നല്ല മഴയുള്ള സമയത്തായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു മഴയില്ലാത്തൊരു സമയത്താണ് ഇവിടെ പോകാൻ ഏറ്റവും നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അട്ടയൊന്നും ഇല്ലാത്ത ഒരു മനോഹരമായിട്ടുള്ള സമയമാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ മഴയുള്ള സമയത്താണെങ്കിൽ ഈ ഒരു ആറൊക്കെ ശരിക്കും നിറഞ്ഞു ഒഴുകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് കുറച്ച് ഡേഞ്ചറാണ്. പക്ഷേ ഈ ഒരു സമയം വളരെ നല്ല സമയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴിയൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരു മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയോട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഒരു ടൈഗർ കേവ്. ഈ ഒരു ടൈഗർ കേവ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും അപകടമില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരെ നമുക്ക് ഈ ഒരു റൂട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വഴി വരുവാണെങ്കിൽ നിങ്ങൾ കയറാൻ മറക്കുക ചെയ്യരുത്. കാരണം വെച്ചാൽ ഈ ഒരു വഴി നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്കുളത്ത് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാങ്കുളത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 5 ആകുമ്പോഴത്തേക്കും ഒരുപാട് ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സീനെല്ലാം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കയറേണ്ടത് ഈ ഒരു ടൈഗർ കേവ്സിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഒരു 2 വർഷം മുമ്പ് ഈ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അന്ന് ഇതിന് വലിയ ശ്രദ്ധ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് വലിയ ശ്രദ്ധ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്ക് വലിയ ശ്രദ്ധയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് നല്ല വീഡിയോസൊന്നും ഒരിക്കലും ഒരു വൈറലാവാറൊന്നുമില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ പലപ്പോഴും നല്ല വീഡിയോസ് നമുക്ക് വിചാരിച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് ഒന്നും ശ്രദ്ധയൊന്നും കിട്ടാതെയൊക്കെ പോകാറുണ്ട്. അതുപോലൊരു വീഡിയോ തന്നെ ആവാനാണ് ചാൻസ്, എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒരാൾ കണ്ടിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഒരു 100 പേര് കാണുന്നോ 1000 പേര് കാണുന്നോ 2000 പേര് കാണുന്നോ ഒറ്റ ആഗ്രഹം എനിക്കില്ല. ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അയ്യോ അത് നഷ്ടമായി പോയി എന്നുള്ള ഒരു ചിന്തയും നിങ്ങൾക്ക് വരത്തില്ല. അത് ഉറപ്പാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കാനൊക്കെ ഉള്ള നല്ല സ്പോട്ടാണിത്. ഇവിടെ ഒരു വെള്ളമൊന്നും അധികം ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേഞ്ചർ അല്ല. ഇവിടെ നല്ല തണുപ്പുള്ള വെള്ളമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് ഒരുപാട് നടക്കൊന്നും വേണ്ട. കാരണം ഒരു 300 മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈഗർ കേവ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് ഒരു തൂക്കുപാലമാണ് കാണാൻ പറ്റുക. അത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു തൂക്കുപാല കഴിഞ്ഞാൽ ഒരു ബാംബു ഫോറസ്റ്റ് ആണ്. ഈ ബാംബു ഫോറസ്റ്റും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ടൈഗർ കേവ്സ് കാണാനായിട്ട് സാധിക്കുക. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഫോറിനേഴ്സാണ്. കാരണം വെച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നോക്കി വരുന്നത്. ഇവിടെയുള്ള ലോക്കൽ ജീപ്പ് സഫാരിക്കാരൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഒരു 2-3 സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഈ ഒരു സ്ഥലം കുറച്ച് ഫേമസ് ആയത് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപാണ്. കാരണം വെച്ചാൽ ഒരു 20 വർഷം മുമ്പ് വരെ തന്നെ ഇവിടെ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരു ഫോറസ്റ്റുകാർ പറഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, ഇത് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഏതാണ് സത്യം ഏതാണ് നുണയാണെന്ന് നമുക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വിക്കിപീഡിയയിലും അങ്ങനെയൊന്നും രേഖപ്പെടുത്തിയിട്ടോ ഇല്ല. പിന്നെ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ എന്തായാലും നമ്മുടെ ഈ ഫോറസ്റ്റുകാർ നമ്മുടെ ഈ ഒരു കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് വലിയ കാര്യം എന്ന് വിചാരിക്കാം. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും സാധാരണഗതിയിൽ ഫോറസ്റ്റുകാർ ഉള്ളോട്ടൊന്നും കയറ്റി വിടാറില്ല. ഇതൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കാറാണ് സാധ്യത. പക്ഷേ ഇവിടെ കയറ്റി വിടുന്നതിന് വലിയ കാര്യമായിട്ട് നമുക്ക് കരുതാം. പിന്നെ ഇവിടെ വരുന്നവർ വേറെ കാര്യം അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ആയിട്ട് വരിക. കാരണം വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു നമ്മൾ കേവിലേക്ക് കയറുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് ശരിക്കും അനുഭവപ്പെടുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു മൂന്നാറിൻ്റെ ഒരു ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ തണുപ്പുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒരു 50 റുപ്പീസ് നമ്മൾ അതിൻ്റെ ഉള്ള ഒരു എൻട്രൻസ് ഫീസായിട്ട് അടയ്ക്കണം. അതിനുശേഷം നമ്മുടെ കൂടെ തന്നെ ഒരു വാച്ചർ കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ വാച്ചർ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് കമ്പനി തന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ഈ ഒരു ടൈഗർ ഇതിൻ്റെ ഉള്ളിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫ്ലഡിൽ ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ നശിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ടൈഗർ ഇവിടെ വരാത്തതെന്നാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ച് കറി വെച്ച് തിന്നതാണോന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഒരു 4-5 വർഷം മുമ്പ് വരെ അത്യാവശ്യം നല്ല വേട്ടക്കാരൊക്കെ നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ശരിക്കും
ശരിക്കും അധികം ഒരു മൃഗങ്ങളുടെ ഒന്നും ശല്യം ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേട്ടക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റുകാർ ശരിക്കും അടിച്ചൊതുക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ ആനിമൽസിൻ്റെയൊക്കെ ഒരു പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു എന്നാണ്. പക്ഷേ വേറൊരു വശത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വേട്ടക്കാരില്ലായതായതോടുകൂടി പലപ്പോഴും നമ്മുടെ നാടുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ആനിമൽസ് എല്ലാം ഇറങ്ങി വന്ന് നമുക്ക് ഭയങ്കരമായിട്ട് കൃഷിനാശവും അതുപോലെ തന്നെ ജീവനുള്ള സംരക്ഷണവും ഒക്കെ ഇല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പിന്നെ എല്ലാവരും ന്യായീകരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മുടെ വയനാടുകാർക്കും അതുപോലെ തന്നെ ഇടുക്കിക്കാർക്കൊക്കെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഈ ഒരു വേട്ടക്കാർ വേണമായിരുന്നോ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ചപ്പലൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എന്നാൽ വീട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വെച്ചാൽ ഡേഞ്ചർ അല്ലാത്ത ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെയുള്ള പല പാറക്കെട്ടുകൾക്കിടയിലും അത്യാവശ്യം നല്ല ശുദ്ധമായിട്ടുള്ള ജലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമുക്ക് ഈ ഒരു പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെയാണ് ടൈഗർ ഉണ്ടായിരുന്നത് പറയുന്ന സ്ഥലം. ഇതാണ് ശരിക്കും ടൈഗർ കേവ്സ്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നമ്മുടെ ഗുണ കേവ്സിലൊക്കെ കാണുന്നത് പോലെ മുകളിൽ നല്ല വെളിച്ചവും താഴെ ഒരു പാറയുടെ ഒരു ഇടുങ്ങിയൊരു സ്ഥലമാണ്. ഇവിടെ ശരിക്കും ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഷോർട്സിനുള്ളൊരു വീഡിയോ ശരിക്കും ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു ഭംഗിയെല്ലാം കണ്ടപ്പോൾ ഒന്നും കൂടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ശരിക്കും പറഞ്ഞൊരു ആഗ്രഹമാണ് തോന്നിയത്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു മനുഷ്യൻ പോലും വരാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കേരളത്തിലുള്ള നമ്മുടെ മലയാളികളൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം ശരിക്കും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മലയാളികൾക്ക് ഈ ഒരു സ്ഥലം അറിയാത്തതുകൊണ്ടാണോ ഇനി അറിഞ്ഞിട്ടും ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമൊന്നും കാണണ്ട, ഇനി പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടാൽ മതി എന്ന് തോന്നുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്നിട്ട് ഈ ഒരു സ്ഥലം കാണണം തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു സ്ഥലമാണ്. ശരിക്കും ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ അങ്ങനെ അധികം ആർക്കും അറിയാതെ ഒരുപാട് ഹൈഡ് ചെയ്ത് കിടക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥലങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തീരാത്തത്ര ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു ഏരിയ ആണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗുണ കേവിലെ ആ ഒരു സ്ഥലം പോലെയൊക്കെയാണ് എനിക്കൊരു സ്ഥലം കാണുമ്പോൾ തോന്നുന്നത്. ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് ഞാനൊരു ഗുണ കേവ് പോയപ്പോഴത്തേക്കും ഈ ഒരു ഗുണ കേവിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ പോകാനായിട്ടുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഗുണ കേവ് ക്ലോസ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഗുണ കേവിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണെന്നുള്ള ജനങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിയത്. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ 20 വർഷം ഞങ്ങളൊക്കെ പോയപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിന് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് ഒന്നും ഞങ്ങൾ അറിയാതെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലങ്ങളിലെ കാല് തെറ്റിയൊക്കെ വീണിരുന്നെങ്കിൽ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭയപ്പെടുകയാണ്. അതുപോലെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എന്നാൽ അതുപോലെ ഒട്ടും ഡേഞ്ചർ അല്ലാത്ത ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗുണ കേവ് എന്ന് തന്നെ പറയാം ഈ ഒരു സ്ഥലത്തിനെ. അത്രയും മനോഹരമായിട്ടുള്ളതും അത്രയും തന്നെ ഭംഗി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രാവശ്യം വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ ഏകദേശം ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു കേവ്. ഇത് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സിനിമ കണ്ടിരിക്കുന്ന ആ ഒരു ഫീലോട് കൂടി തന്നെ നമുക്ക് നോക്കാനായിട്ടും സാധിക്കും. പിന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ തീർച്ചയായിട്ടും ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 4 കോടി രൂപയാണ് ഈ ഒരു സെറ്റിന് വേണ്ടി മാത്രമായിട്ട് ഇവർ ചിലവാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു ലൊക്കേഷൻ അവർ ഇതിന് മുൻപ് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കേഷൻ തന്നെ അവർ ചൂസ് ചെയ്തേനെ. കാരണം ഗുണ കേവ്സിലുള്ളതിന് അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.